ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്സാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വീഡിയോസൊക്കെ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ മുന്നേയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ പർട്ടിക്കുലർലി ഈ സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഏകാദശിയുടെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ ഏകാദശിയുടെ സമയത്ത് യൂഷ്വലി നമ്മൾ ഗ്രെയിൻസും അതുപോലുള്ള സോൾട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് പീനട്ട്സ്, അതുപോലെ തന്നെ ചനാദാൽ, ബ്ലാക്ക് ടിൽ, ജാഗ്രിയൊക്കെയാണ്. അപ്പം ഇത് നമ്മൾ എല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകാദശി നമുക്ക് പലതരത്തിലും എടുക്കാം. അത്യാവശ്യം ഈ പറയുന്ന പോലെ ചില ഗ്രെയിൻസ്, അതായത് അരി ഒഴിച്ച് മറ്റുള്ളതൊക്കെ കഴിച്ചിട്ടൊക്കെ ഏകാദശി എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പിന്നെ നിർജ്ജലമായിട്ട് എടുക്കുന്നവരുണ്ട്, വെള്ളം പോലും കുടിക്കാതെ എടുക്കുന്നവരുണ്ട്, വെള്ളം മാത്രം കുടിച്ചെടുക്കുന്നവരുണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് ഇതുപോലുള്ള സീഡ്സ് ആൻഡ് നട്ട്സൊക്കെ കഴിച്ച് എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഇതുപോലുള്ള സീഡ്സ് ആൻഡ് നട്ട്സൊക്കെ ഞാൻ കഴിക്കും. പക്ഷേ ഗ്രെയിൻസ് ഒന്നും കഴിക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ റെസിപ്പിയിൽ കാണിച്ചിരിക്കുന്നത് ശരിക്കും നമുക്ക് ഏകാദശിയുടെ സമയത്ത് കഴിക്കാം. ഇപ്പോൾ എന്നെപ്പോലെ ഏകാദശി എടുക്കുന്നവർക്ക് കേട്ടോ. ഞാൻ സോൾട്ടോ അതുപോലെ തന്നെയുള്ള ഗ്രെയിൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്നാക്സ് റെഡിയായി. ഇനി സെക്കൻഡ് സ്നാക്സിലോട്ട് പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയതിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി വന്നതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ഓട്സ് ഇട്ടിട്ട് നമുക്ക് റോൾഡ് ഓട്സ് നല്ല റോസ്റ്റ് ചെയ്തിട്ട് അതിനെ ഒന്നൊരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കണം, അതിൻ്റെ അത്ര പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അതിനകത്തൊരു കുറച്ചൊരു പൊടി പോലെ ഉണ്ടാവും, അത് ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്ട്രെയിനറിലിട്ടിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്വീറ്റാണ്, പക്ഷേ ഒത്തിരി സ്വീറ്റല്ല, ഒരു മൈൽഡ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ മറ്റുള്ള ഇതിനകത്തേക്ക് ഞാൻ ഓട്സ് കൂടാതെ നേരത്തെ കാണിച്ച തില്ലും അതുപോലുള്ള കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് സ്നാക്കാക്കി മാറ്റിയെന്ന് മാത്രം. അപ്പോൾ രണ്ട് ഐറ്റംസും നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് എന്ത് കിട്ടിയാലും കഴിക്കില്ലേ, നമുക്ക് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളീ പറഞ്ഞ പോലെ ജങ്ക് ഫുഡൊന്നും കഴിക്കാതെ ഇതുപോലുള്ള സ്നാക്സ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ലതല്ലേ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ്.